കേരളം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒന്നാമതെന്ന് പറയാവുന്നൊരു കാര്യം, പേരുകേട്ട അധോലോക നായകന്മാരൊന്നും കേരളത്തിൽ നിന്നുണ്ടായിട്ടില്ല. കൂടിയാലൊരു കല്ലട്ടർ അഹമ്മദ് ഹാജി, അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പേരുടെ പേര് തെക്കേ ഇന്ത്യയിൽ തന്നെ കുറവാണ്. പക്ഷെ ഇപ്പോൾ നമ്മളൊരു പുതിയ ആളിൻ്റെ പേര് ആ കോട്ടമൊക്കെ തകർത്തിക്കൊണ്ടൊരു പുതിയ അധോലോക വളർത്തിയെടുക്കാൻ മലയാളിയായ കുമാരപിള്ള എന്ന് പറഞ്ഞൊരാൾ തയ്യാറായിരിക്കുന്നു. ഈ കുമാരപിള്ളയുടെ പശ്ചാത്തലങ്ങൾ ഒത്തിരി സാധനങ്ങളുണ്ട്. അയാളുടെ പേരിലുള്ള കേസെല്ലാം ഇപ്പോൾ ബോംബെ വിഡ്രോ ചെയ്തിരിക്കുന്നു. ബോംബെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ വലിയൊരു അധോലോക സംഘം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ്. ഈ വാർത്തകളിൽ വാസ്തവമുണ്ടോ? മുംബൈ കേന്ദ്രീകരിച്ച് മലയാളിയായ ഡോണുകൾ പണ്ടും ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ കേരളത്തിൽ കാര്യമായിട്ട് അറിയപ്പെട്ടിരുന്നില്ല. ഒന്ന് രാജൻ നായരായിരുന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ ഒരു വലങ്കൈയായിട്ട്, പിന്നെ രാജൻ നായരാണല്ലോ പിന്നീട് ഛോട്ടാ രാജൻ എന്നിപ്പോൾ അറിയപ്പെടുന്ന രാജേന്ദ്ര നിഖാൽജിയെ ആദ്യമായിട്ട് അധോലോകത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. പിന്നീട് അതുപോലെ പിന്നെ ഈ കാസർഗോഡുകാരൻ, അദ്ദേഹം കെ എസ് അബ്ദുള്ള, അങ്ങ് കേട്ടിട്ടുണ്ടാവും, മുസ്ലിം ലീഗിൽ പിന്നീട് സാമൂഹ്യ പ്രവർത്തനത്തിലേക്കൊക്കെ മാറിയ കെ എസ് അബ്ദുള്ള യഥാർത്ഥത്തിൽ ബോംബെയിലെ അധോലോകത്ത് തന്നെയാണ് തുടങ്ങിയത്. ആദ്യം ഈ പല ആൾക്കാരും ബോംബെ അധോലോകം എന്ന് കേൾക്കുമ്പോൾ വടക്കേ ഇന്ത്യക്കാരുടെ ഒരു വിളയാട്ട രംഗമാണെന്ന് തെറ്റിദ്ധരിക്കുമെങ്കിലും ഹാജി മസ്താൻ തമിഴനായിരുന്നു. വരദരാജൻ മുതലിയാർ തമിഴനായിരുന്നു. ദാവൂദ് ഇബ്രാഹിം കർണാടകക്കാരനാണ്. അയാള് ചില വാർത്തകളിലൊക്കെ ആവശ്യമില്ലാതെ ദാവൂദ് ഇബ്രാഹിമിനെ പിന്നെ ഉത്തർപ്രദേശുകാരനായിട്ട് ചിത്രീകരിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ ദാവൂദ് തെക്കേ ഇന്ത്യക്കാരനായ കന്നഡികനാണ്. പക്ഷെ കർണാടകത്തിന്റെ മഹാരാഷ്ട്രയുടെ ബോർഡർ ചേർന്ന് നടക്കുന്ന എനിക്കൊന്ന് ബൽഗാം ഭാഗത്ത് എവിടെയോ ആണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പോലീസുകാരനുമായിരുന്നു. മോശക്കാരല്ല. അപ്പോ എന്തായാലും നമുക്ക് ഈ ഇപ്പോഴത്തെ വാർത്തയിലേക്ക് തിരികെ എത്താം. ഈ കഴിഞ്ഞ ദിവസം കുമാർ പിള്ള എന്ന തനി മലയാളി, അയാള് പിന്നെ കന്യാകുമാരി ജില്ലക്കാരനാണ്. കന്യാകുമാരി ജില്ലക്കാരനായ മലയാളിയാണ്. അപ്പോ മലയാളി തന്നെയാണ്. അദ്ദേഹം ബോംബെയിലെ ഈ ദാവൂദിന്റെ ഗാങ്ങിലെ ഏറ്റവും ഒടുവിൽ ദാവൂദ് ഗാങ്ങിൽപ്പെട്ട, എന്നാൽ ശിവസേനയിലും പ്രവർത്തിക്കുന്നത്. ഇതാണ് ഇതിനകത്തിലൊക്കെ വൈരുദ്ധ്യം. ഒരു ഭാഗത്ത് ദാവൂദിന്റെ അനുയായിയായി നിൽക്കുമ്പോഴും മറുഭാഗത്ത് ശിവസേനയുമായിട്ടും ബന്ധമുണ്ടായിരുന്ന, ആദ്യം കോർപ്പറേറ്ററായി പിന്നീട് MLA മായ ലാൽ സിംഗ് ചവാനെ വെടിവെച്ച് വന്ന കേസാണ് ഇദ്ദേഹത്തിനെതിരെ മുഖ്യമായിട്ടുമുള്ളത്. MLA തന്നെ കുമാർ പിള്ള യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നുമുള്ള ഒരു പ്രവൃത്തിയിലേക്ക് തിരിയാതിരിക്കാൻ വേണ്ടി കുമാർ പിള്ളയുടെ പിതാവ് കൃഷ്ണപിള്ള അദ്ദേഹത്തിനെ വീട്ടിൽ നിന്നും തന്നെ അകറ്റി ഹോസ്റ്റലിലൊക്കെ നിർത്തി പിന്നെ വിദ്യാഭ്യാസമൊക്കെ ചെയ്യിച്ചു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ 2015 അടുപ്പിച്ച ഒരു കാലഘട്ടത്തിൽ കൃഷ്ണപിള്ളയ്ക്ക് ഈ പറയുന്ന ലാൽ സിംഗ് ചവാനിൽ നിന്നും ചില ഭീഷണികൾ വരുന്നു. കൃഷ്ണപിള്ളയും ആ പ്രദേശത്തെ ഒരു പ്രമാണിയായിരുന്നു, ദക്ഷിണേന്ത്യക്കാരുടെ ഇടയിലെ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് ബിസിനസ് സ്ഥാപനങ്ങളും സ്കൂളും ഒക്കെ ഉണ്ട്. ചില വാർത്തകൾ അനുസരിച്ച് കൃഷ്ണപിള്ളയും അത്യാവശ്യം ദാദാ പിരിവൊക്കെ നടത്തിയിരുന്ന ആൾ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ഇത്തരം ചില പ്രവർത്തികൾ കൃഷ്ണപിള്ളയും ഏർപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തകളും ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അതിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിയാണ് കൃഷ്ണപിള്ള മകനെ മാറ്റി നിർത്തിയത്. പക്ഷേ ആ ഒരു കാലത്ത് ഈ ലാൽ സിംഗ് ചവാൻ അവിടുത്തെ ഒരു ഉയർന്നു വരുന്ന ഒരു താരമായിട്ട് വന്നു. വിക്രോളി പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ ഒരു കൃഷ്ണപിള്ളയുടെ സ്ഥാപനങ്ങളൊക്കെ നിലനിന്നിരുന്നത്. അവിടെ അദ്ദേഹത്തിന് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. വിക്രോളി സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്കൂളില് ധാരാളം മലയാളികളും തമിഴന്മാരും ഒക്കെ പഠിക്കുന്ന സ്കൂളായിരുന്നു. കന്യാകുമാരി ജില്ലക്കാരനായ കാരണം കൃഷ്ണപിള്ള തമിഴും മലയാളവും സംസാരിക്കുന്ന ആളാണ്. കുമാർ പിള്ളയും അതുപോലെ തന്നെയാണ്. അക്കാരണത്താൽ അവർക്ക് തമിഴന്മാരുടെ ഇടയിലും നല്ല സ്വാധീനമുണ്ട്. പല സാമൂഹ്യ വിഷയങ്ങളിലും ദക്ഷിണേന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അദ്ദേഹം അത് ഏറ്റെടുത്ത് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഇടപെടാറുണ്ടായിരുന്നു. അതിനുള്ള ശേഷിയും പിന്നെ സംഘടനാബലവും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോഴാണ് ഈ കൃഷ്ണപിള്ള പിന്നെ ദാദാ പിരിവ് കൊടുക്കാൻ, ഹപ്ത കൊടുക്കാനുള്ള സംബന്ധിച്ചുള്ള ഒരു വിഷയത്തിൽ കൃഷ്ണപിള്ളയെ വെടിവെച്ച് കൊല്ലുന്നത്. അദ്ദേഹത്തിന്റെ സ്കൂളിന്റെ സ്റ്റോർ റൂമിൽ ഇട്ടിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നത്. എന്തോ
ചരക്ക് കൊണ്ടുവരുന്ന തൊഴിലാളികൾ എന്നുള്ള വ്യാജേന വന്ന ആൾക്കാരാണ് ഈ കൊലപാതകം നടത്തിയെന്നാണ് ഉം. ചില വാർത്തകൾ ഞാൻ വായിച്ചിട്ടുള്ളത്. ഉം. അപ്പോ അതേ തുടർന്ന് കുമാരപിള്ള ഒരു പ്രതിജ്ഞ എടുക്കുന്നു. ഉം. അതായത് എന്റെ അച്ഛനെ കൊന്നവരെ കൊല്ലാതെ ഞാൻ ഇനി ചെരുപ്പിടില്ല എന്ന്. ഉം. അങ്ങനെ ചെരുപ്പിടാതെ ഒരു കൊല്ലം ബോംബെയിലൊക്കെ കറങ്ങി കിടന്ന് അദ്ദേഹത്തിന്റെ എതിരാളികളെ നോട്ടമിട്ടു. അപ്പോഴേക്കും കുമാരപിള്ളയ്ക്ക് അമർ നായിക് എന്ന് പറയുന്ന ഗാങ്ങിന്റെ സപ്പോർട്ടും കുമാരപിള്ളയ്ക്ക് ലഭിച്ചു. ഈ അമർ നായിക് ഗാങ്ങിന്റെ തലവനായ അമർ നായിക്കിന്റെ സഹോദരൻ അശ്വിൻ നായിക്ക് ഉം. ഒരു കെമിക്കൽ എഞ്ചിനീയർ ആണ്. അയാളും പിന്നെ കുമാരപിള്ളയും ഒരേ കോളേജിലാണ് പഠിച്ചിരുന്നത്. കുമാരപിള്ളയുടെ സീനിയർ ആയിരുന്നു. അങ്ങനെ അവർ തമ്മിലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. ഇതാണ് അമർ നായിക് ഗാങ്ങിലേക്ക് കുമാരപിള്ള എത്തപ്പെടാനുള്ള സാഹചര്യം. അതായത് അദ്ദേഹത്തിന്റെ പിതാവ് ആഗ്രഹിച്ചിരുന്നില്ല, മോന് ആവശ്യമില്ലാതെ അധോലോകത്തൊന്നും പോകാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും അവസാനം മകൻ അവിടെ തന്നെ എത്തപ്പെട്ടു. MLA വെടിവെച്ച് കൊന്നതോടുകൂടി പിന്നെ മഹാരാഷ്ട്രയിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കുമാരപിള്ള മനസ്സിലാക്കി. പിന്നെ അയാൾ അവിടുന്ന് തമിഴ്നാടിന് കേസ് നടക്കുന്നുണ്ട്, കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ജാമ്യത്തിൽ ഇറങ്ങിയ കുമാരപിള്ള മദ്രാസിലേക്ക് കുടിയേറി. അങ്ങനെ ചെന്നൈ ആസ്ഥാനമാക്കിയിട്ട് എണ്ണ വ്യാപാരം നിയന്ത്രിക്കാൻ തുടങ്ങി. നമ്മുടെ ക്രൂഡ് ഓയിലൊന്നുമല്ല, വെളിച്ചെണ്ണയും ഭക്ഷ്യ എണ്ണകളുടെയും ഒക്കെ അത് മലേഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുവാണല്ലോ, ഈ പാം ഓയിലും ഒക്കെ. അപ്പൊ അതിന്റെ ഒരു നിയന്ത്രണത്തിലേക്ക് കുമാരപിള്ള കടന്നു. അപ്പം സ്വാഭാവികമായിട്ട് ഇവർക്കൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടുകാരിയാണ്. അദ്ദേഹം ചെന്നൈയിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. അതോ ഈ മലയാളിയായ തമിഴത്തെയാണോ എന്ന് നമുക്ക്, തമിഴ്നാട് സെറ്റിലായ കുടുംബത്തിൽ നിന്നാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതേ തുടർന്ന് പതുക്കെ അദ്ദേഹം സിംഗപ്പൂരിന് മാറുന്ന ഒരു സാഹചര്യം. സിംഗപ്പൂരിൽ വെച്ചിട്ട് അവിടെ നിന്നും അദ്ദേഹം ഹോങ്കോങ്ങിലേക്ക് പോകുന്നു. ഹോങ്കോങ് പൗരത്വം നേടിയെടുത്തു. അവിടെ ചൈനീസ് പൗരനാണ്. അതെ അതെ അതെ, ചൈനക്കാരനാണ്. അതെ, വലിയ വളച്ചുകെട്ടൊന്നും ഇല്ലാതെ പറഞ്ഞ, നേരെ ചൊവ്വേ പറഞ്ഞ ചൈനക്കാരനാണ് പിള്ളേച്ചൻ ചൈനക്കാരനായി. അങ്ങനെ പിള്ളേച്ചൻ അവിടെ നിന്നുകൊണ്ട് LTT ആയിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. LTT വഴിയുള്ള ബന്ധങ്ങൾ. അതോടുകൂടി അമർ നായിക്ക്, അശ്വിൻ നായിക്കും എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിനോടൊപ്പം മദ്രാസിൽ ചെന്നിരുന്നു. അശ്വിൻ നായിക്കും ഇപ്പൊ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അവര് ഈ LTTയുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് പല മേഖലകളിലും ബിസിനസ് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. സ്വർണം, ചില വാർത്തകൾ, സ്ഥിരീകരിക്കാത്ത വാർത്ത അനുസരിച്ച് മയക്കുമരുന്ന് വ്യാപാരവും പിള്ളയ്ക്കുണ്ടെന്നാണ് സൂചനകൾ. പക്ഷെ എന്തൊക്കെയായാലും ശരി, അദ്ദേഹത്തിനെതിരെ ഇന്ത്യയിലുള്ള കേസുകളിലെല്ലാം തന്നെ തീർപ്പ് കൽപ്പിക്കപ്പെട്ടു. ശിക്ഷ കാലാവധിയും കഴിഞ്ഞു. ബോംബെയിൽ ജയിലിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ ഇന്ത്യയിൽ പിടിച്ചു വെക്കാൻ ഫ്രീ ബേർഡാണ്. ഇനി പിടിച്ചു വെക്കാൻ ഇന്ത്യയിൽ അവകാശമില്ല എന്ന് കോടതി പറഞ്ഞു. അത് കാരണം അദ്ദേഹത്തിനെ തിരിച്ചു വിടുകയാണ്. ഇപ്പൊ എങ്ങോട്ട് തിരിച്ചു വിടണം എന്നുള്ളതാണ്. സിംഗപ്പൂരിനാണോ ഹോങ്കോങ്ങിനാണോ എന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ യഥാർത്ഥത്തിൽ ഡിപ്പോർട്ടേഷൻ അല്ലല്ലോ, ഡിപ്പോർട്ടേഷൻ അയാൾ സോമനസാല പോകുന്നല്ലേ, അത് സോമനസാല പോവുകയാണ്. അപ്പോൾ അയാൾക്ക് ഡിപ്പോർട്ടേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവിടെ. കാരണം പുള്ളിക്കെതിരെ കേസൊന്നും കോടതിയിൽ പെൻഡിങ് ഇല്ല. ശിക്ഷിച്ച കേസുകളിലെ ശിക്ഷാ കാലാവധി തീർന്നു. കൊലപാതക കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ടും. അദ്ദേഹത്തിന് പിന്നെ മറ്റു കേസുകളായിരുന്നു. എക്സ്റ്റോർഷൻ എന്ന് പറയുന്ന ഈ പണക്കാരുടെ കയ്യിൽ നിന്നൊക്കെ സത്ത പിരിക്കുന്ന കേസുകളിലായിരുന്നു. റാൻസം വാങ്ങിക്കുന്ന ഒരു കേസിലായിരുന്നു അകത്തായത്. അപ്പൊ അത് അക്കാര്യത്തിലൊക്കെ പുള്ളി ഇപ്പം കുറ്റവിമുക്തനാക്കുക, അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി തീർന്നു. ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. വീണ്ടും കുമാരപിള്ളയെ പോലെ ഒരാൾ വെളിയിലിറങ്ങുമ്പോൾ അത് വീണ്ടും മുംബൈയിലെ ഇപ്പൊ തൽക്കാലത്തേക്ക് കുറച്ച് വർഷങ്ങളായിട്ട് വലിയൊരു അധോലോക സംഘർഷങ്ങളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. വീണ്ടും അധോലോക സംഘർഷങ്ങളിലേക്ക് മുംബൈ തിരിച്ചു പോകുമോ? വീണ്ടും മുംബൈ വീതികളിൽ ചോരപ്പുഴ ഒഴുകുമോ? കാരണം ഇയാള് ദാവൂദിന്റെ പിന്നെ ഗാങ്ങുമായിട്ട് പരസ്യമായിട്ട് ഏറ്റുമുട്ടിയ ആളാണ്. ദാവൂദിന്റെ ഒരു അടുത്ത അനുയായിയായ MLA കൊന്ന ആളാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ അവരും വെറുതെ ഇരിക്കില്ല. അപ്പൊ കുമാരപിള്ള ഇപ്പോ
മറ്റു പല ടീമുകളുടെ സംരക്ഷണത്തിലൂടെയാണ്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പോലെ ഇപ്പൊ ചൈനീസ് പൗരനാണ്, ചെറിയ ആളല്ല. യഥാർത്ഥത്തിൽ തെക്ക് കിഴക്ക് ഏഷ്യ മുഴുവൻ ചൈനയുടെ വലിയ, നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഉം. ഈ സ്കാം സെന്ററുകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് സ്കാം കോൾ വരുമല്ലോ. ഇപ്പം നിങ്ങളെ അതിന് എത്ര കോടികൾ തരണം എന്നൊക്കെ പറഞ്ഞു. ഈ സ്കാം അത് കോളുകൾ വരുന്ന ഇത്തരം സ്കാം സെന്ററുകൾ മുഴുവൻ ചൈനയുടെ നിയന്ത്രണത്തിലാണെന്നാണ് ഉം. പറയുന്നത്. അതായത് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി ഒരു സെക്കൻഡ് ലൈൻ ഓഫ്, അല്ലെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് ഇവരെ വെച്ചിരിക്കുകയാണ്. ഉം. PLAന്റെ PLAN ഇവരുടെ പിറകിലുണ്ട്, പീപ്പിൾസ് ലിബറേഷൻ ആർമി, ഉം. PLA. മനസ്സിലായി. അപ്പോ അപ്പോ അവരുടെ ഒരു പിന്തുണ ഈ മലേഷ്യയിലാണെങ്കിലും തായ്ലൻഡിലാണെങ്കിലും സിംഗപ്പൂരിലാണെങ്കിലും ഒക്കെ ഉം. ഈ പറയുന്ന പല അധോലോക രാജാക്കന്മാർക്കും ഉണ്ട്. പകരം അവര് ചൈനയുടെ ചില ആവശ്യങ്ങൾ അവർ നിറവേറ്റി കൊടുക്കും. അങ്ങനെ ഒരു ഈ എല്ലാ രാജ്യത്തെ രഹസ്യ പോലീസിന് എപ്പോഴും അധോലോകവുമായിട്ടൊരു ബന്ധമുണ്ട്. അത് നമ്മുടെ ഇത് റോയ് പക്ഷെ ആണെങ്കിൽ പോലും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ പോലീസ് സ്റ്റേഷനിൽ പോലും ഗുണ്ടകളുമായിട്ട് ബന്ധം, ലോക്കൽ ഗുണ്ടകളുമായിട്ട് ബന്ധമില്ലാത്ത പോലീസുകാർ കാണിയല്ല. അതെ 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 അതെ, തീർച്ചയായിട്ടും. അതായത് അത് ഈ പോലീസും ക്രിമിനൽസും തമ്മിലുള്ള ബന്ധം അത് ചരിത്രാതീത കാലം തൊട്ടേ ഉണ്ട്. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. പോലീസിന്റെ സംരക്ഷണം ഉള്ളവൻ നല്ല ഗുണ്ടയും സംരക്ഷണം ഇല്ലാത്തവൻ മോശം ഗുണ്ടയാണ്. അതുപോലാണ് ഇപ്പോൾ ഒരു ബസ്സിൽ പല പോക്കറ്റടി കേസുകളും. ഒരു സെക്കൻഡ്, ഒരു ബസ്സിൽ പോക്കറ്റടി ഉണ്ടായാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ കിടക്കുന്ന ജയിലിൻ്റെ അകത്ത് കിടക്കുന്ന പോക്കറ്റ് വേറൊരു പോക്കറ്റടിക്കാരനെ വിളിച്ചോണ്ടാ വരുന്നത്, ആരാന്ന് കണ്ടുപിടിക്കുക. പോലീസിന് ആ സഹായം അങ്ങനെ തരും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതല്ലാതെ പലപ്പോഴും പോലീസിന് ഈ നെറ്റ്വർക്കിലേക്ക് കയറാനും പറ്റില്ല. പറ്റിയല്ല. അപ്പം ചില പോലീസുകാരൊക്കെ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ചെറിയ ഇപ്പൊ ഈ സ്പിരിറ്റ് കള്ളക്കടത്ത് പിടിച്ചോണ്ടിരുന്നത്, ഉം. ചെറിയ സ്പിരിറ്റ് കള്ളക്കടത്തുകാരെ അവർ കയ്യിലെടുത്തുകൊണ്ട് വലിയ ആൾക്കാരെ, വലിയ മീനുകളെ പിടിക്കുക എന്നൊരു തന്ത്രമായിരുന്നു ചിലരൊക്കെ ഉപയോഗിച്ചിരുന്നത്. എന്തായാലും ശരി, കുമാരപിള്ള പുറത്തിറങ്ങുന്നതോടുകൂടി ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ്. മുംബൈയുടെ സമാധാനം തകരുമോ, അതോ പിന്നെ വീണ്ടും കുമാരപിള്ള അങ്ങ് തിരിച്ചു പോയിട്ട് അയാളുടെ ഹോങ്കോങ് സിംഗപ്പൂർ ബിസിനസ്സുകളിൽ തന്നെ നിൽക്കുമോ, ഇയാൾ ആരുടെ ബിനാമിയാണ്, ഇയാൾ ഇന്ത്യയിൽ പിന്നെ എന്തൊക്കെയാണ് ഇയാളുടെ പ്രവർത്തികൾ, ഒരുപാട് ചോദ്യങ്ങൾ ഇതിന് അവശേഷിക്കുന്നുണ്ട്. ഇത് എന്തായാലും കുമാർ ഒരു ചെറിയ മീനല്ല, ഒരു വലിയ മത്സ്യം തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇപ്പോൾ LTT പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ടും കൂടി ബന്ധമുള്ള കുമാർ, സ്വാഭാവികമായിട്ടും കുമാർ വലിയ നെറ്റ്വർക്കിലേക്ക് കടന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുമാർ എന്തായാലും തൽക്കാലം കുമാറിനെതിരെയുള്ള കേസുകളിൽ നിന്നെല്ലാം മോചിതനായി. അക്കാര്യത്തിൽ കുമാർ വിജയിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ഇത് ബോംബെയിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നേ പറയാൻ നിവർത്തിയുള്ളൂ. ശരി, താങ്ക് യു.